കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ വർഷം ഇപ്പോൾ വീട്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ലൈസൻസ് ആവശ്യമുണ്ടോ? അതൊരു മെയിൻ തിങ് ആണല്ലോ. നമ്മളിപ്പോൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാണെങ്കിലും ലൈസൻസ് വേണം. അപ്പോൾ ഈ ഒരു സംരംഭത്തിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ജസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ഫുഡ് റിലേറ്റഡ് ബിസിനസ് ആകുമ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് വേണം, പാക്കിങ്ങിൻ്റെ ലൈസൻസ് വേണം. അതുപോലെ ആവശ്യം ആയിട്ടുള്ള ലൈസൻസൊക്കെ നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്നു. അതുപോലെ GST രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുനിസിപ്പാലിറ്റി ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെക്കേണ്ട പ്രോപ്പറായിട്ട് എല്ലാ ലൈസൻസുകളും കാര്യങ്ങളും നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും എടുത്തു വെക്കേണ്ടതാണ്. അതെ. ഓക്കെ, ഇന്നിപ്പോൾ 3V's ബ്രാൻഡിൻ്റെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടല്ലേ? ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് ചേച്ചിമാരെയൊക്കെ കണ്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ഹെൽപ്ഫുള്ളായി. അപ്പോൾ എത്ര പേരിന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പം നമുക്ക് ഏകദേശം 20ഓളം സ്റ്റാഫ് ഇവിടെ 3V'സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ തുടങ്ങിയത് ഒരു 1 man ഷോ പോലെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമാണ്. ഞങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യും, ഞങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പതുക്കെ മാർക്കറ്റിംഗ് ഒക്കെ നല്ലതായി പോകാൻ തുടങ്ങിയപ്പം പതുക്കെ നമ്മൾ സ്റ്റാഫുകളൊക്കെ എടുക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രൊഡക്ഷനിലെല്ലാം ഇവിടെ നിയർ ബൈ ആയിട്ടുള്ള ചേച്ചിമാരാണ് വരുന്നത്, പ്രൊഡക്ഷൻ ഏരിയയിലെല്ലാം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫീൽഡിൽ പോകാനും അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാഫ് ഉണ്ട്. സ്ത്രീ പ്രാതിനിധ്യം കൂടുതലാണ്. അതെ, ലേഡീസിനെയാണ് നമ്മൾ മെയിൻലി പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത്. അവർക്ക് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവർക്കും കൂടെ ഗ്രോ ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഏൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ലേഡീസിനെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മളിത് ആദ്യം ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ഈ കായ ഉണ്ടാക്കൽ. പിന്നെയാണ് മെഷീനറീസിലേക്ക് മാറുന്നത്. അപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് കായം. ആദ്യം ഈ ഒരു കട്ട പോലെയാണ്, പിന്നെയല്ലേ പൗഡറിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ എന്തായാലും. ക്വാണ്ടിറ്റി വൈസ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാക്സിമം പോയാലൊരു 1 കിലോ 2 കിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 50 കിലോ അറ്റ് എ ടൈം ഉണ്ടാക്കാം. പക്ഷേ ഇനീഷ്യലി അത്ര ഒരു ക്വാണ്ടിറ്റിയുടെ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം മാനുവലി തന്നെയായിരുന്നു എല്ലാം. ഇപ്പം മെഷീനറി ഉപയോഗിച്ചിട്ടാണ് പൗഡറിങ്ങും അങ്ങനെ കട്ട ഉണ്ടാക്കുന്നതും മിക്സ് ചെയ്യുന്നതും എല്ലാം മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. അസഫോയിറ്റഡ് ആണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്? കായം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ചെടിയുടെ കറയാണ്. ഒരു പേസ്റ്റ് ഫോമിലാണ് നമുക്ക് അതിൻ്റെ റൂട്ട്സിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പേസ്റ്റ് ഫോമിലുള്ള സംഭവമാണ്. അത് ഭയങ്കര പഞ്ചൻ്റാണ് ആക്ച്വലി. ആ കറ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഫുഡ് പ്രോഡക്ട്സിൽ. അപ്പം നമ്മളിവിടെ അത് കോമ്പൗണ്ടഡ് കൂട്ടുപെരുങ്കായം എന്നുള്ള രീതിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. വേറെ കുറച്ച് പ്രൊഡക്ട്സും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കായമായിട്ട് കിട്ടുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ 3V's ഇത്രയും വലിയ ബ്രാൻഡായി, അപ്പോൾ 3V'സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായും. കാരണം ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷനൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ഇതിൽ തന്നെയാണ്. കേരളത്തിൻ്റെ തന്നെ കുറച്ച് ഭാഗത്തെ 3V's ഇതുവരെയായിട്ട് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഏരിയയിലൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പം 3V'സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നിലവിൽ എത്ര ജില്ലയിൽ 3V's ബ്രാൻഡ്? എറണാകുളം ടു ട്രിവാൻഡ്രം ഏരിയയിലാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിലാണ് നമ്മളുടെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. മലബാർ ഏരിയയിലും നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു എൻഡിലേക്കൊക്കെ നമ്മൾ പ്രോപ്പറായി എത്തുന്നേ ഉള്ളൂ. ഇതിനൊരു സീസൺ ടൈം ഉണ്ടോ? നമുക്കറിയില്ല, ഈ കറി പൗഡർ ആയതുകൊണ്ട് തന്നെ ഇതിന് സീസൺ ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കായത്തിന് ആക്ച്വലി ഉണ്ട്. നമുക്കിപ്പം ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഓർഡേഴ്സ് കൂടുതലാണ്. ഓണം, വിഷു ആ ഒരു സീസണൊക്കെ വരുമ്പം കായത്തിന് നല്ലപോലെ ഓർഡേഴ്സ് വരുന്നൊരു പീക്ക് ടൈമാണ്. നമ്മുടെ ഈ ഫ്രണ്ട്സൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട്? ഇപ്പോൾ വർഷയ്ക്കായാലും വൃന്ദയും വിസ്മയ്ക്കായാലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരെങ്ങനെയായിരുന്നു ഈ കായം വെച്ചിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ടെസ്റ്റിംഗ് ഒക്കെ അവരുടെ മേത്തായിരുന്നു. കാരണം ഇനീഷ്യലി ഒരു മാനുഫാക്ചറിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ആയിരുന്നു പ്രൊഡക്റ്റ് കൊടുക്കും. എന്നിട്ട് അവർ ഉപയോഗിച്ചിട്ട് അവർ ഫീഡ്ബാക്ക് പറയും, ഇതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാം എന്നുള്ള ഐഡിയാസൊക്കെ അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരിലാണ് ആദ്യം പരീക്ഷിച്ചത്. അതെ. ഈ ഒരു ഫീൽഡിൽ എത്തിയതിനു ശേഷം ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? കുറേ അവാർഡ്സ് ഒക്കെ ഉണ്ട് പുറകിൽ. ഏതായിരുന്നു ഫസ്റ്റ് ഇതിൽ കിട്ടിയ അവാർഡ്? ഏതായിരുന്നു? ഞങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് റെക്കഗ്നീഷൻ തന്നത് JCI ആണ്, ജൂനിയർ ചേംബർ ഇന്റർനാഷണലിൻ്റെ യങ് ഓണ്ടർപ്രണർ അവാർഡ്. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കിങ്ങനെ പതുക്കെ റെക്കഗ്നീഷൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയി തോന്നിയത് കൈരളി TV യുടെ ജ്വാല അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്.
അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ആക്ച്വലി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു എന്താണ് മോട്ടിവേഷൻ ആയിരുന്നു ഇങ്ങനെയുള്ള അവാർഡ്സൊക്കെ. അതുപോലെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3V's ഇപ്പോൾ നിലവിൽ ഒരു അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയി മാറി. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്റ്റെപ്പായിട്ട് ഓരോ പോർഷനുകൾ കവർ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലാൻ. കേരളത്തിലെ എല്ലാ ഭാഗത്തും ചെറിയ ഏരിയാസിൽ പോലും 3V'സിൻ്റെ പ്രൊഡക്ട്സ് എത്തണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ തന്നെ എക്സ്പോർട്ടിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എക്സ്പോർട്ടും നമ്മൾക്ക് എല്ലാ ഏരിയയിലും താല്പര്യമുള്ളവർ ത്രൂ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ 3V's എന്നുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ കുറച്ചുകൂടെ ഗ്രോസറി പ്രൊഡക്ട്സ്, ക്വാളിറ്റി പ്രൊഡക്ട്സ്, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. ഷോപ്പുകൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമ്മൾ മെയിൻലി B2B ആണ് ചെയ്യുന്നത്. ഹോട്ടൽസ്, കാറ്ററിംഗ് അങ്ങനെയുള്ളതാണ്. ഭാവിയിൽ ഒരു പക്ഷേ 3V's ഷോപ്പുകളൊക്കെ കാണാം. അങ്ങനെയുള്ള ഇത് നമുക്ക് പ്ലാൻ ചെയ്യാം.